രാവിലത്തെ അടുക്കളപ്പണിയും കാപ്പൊടിയും ഒക്കെ കഴിഞ്ഞ് മിറ്റമടിക്കലിനായിട്ട് ഇറങ്ങും കേട്ടോ എന്നും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെടികളെല്ലാം ഒന്ന് നനയ്ക്കും. അങ്ങനെ നനച്ച് വന്നപ്പോൾ 2 ദിവസമായിട്ട് വാടി നിൽക്കുന്ന നമ്മുടെ ഒരു വിങ്കാ റോസ് ഉണ്ടായിരുന്നേ. നല്ലൊരു റെഡ് കളർ പൂവായിരുന്നു കേട്ടോ. പക്ഷേ ആശാന്തേ നന്നായിട്ട് വാടിപ്പോയിട്ടുണ്ട്. ഇനി എന്തായാലും രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് ഇന്ന് നമുക്ക് വേറൊരു വിങ്കാ റോസിനെ നടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി കുറച്ച് നമ്മുടെ ആകാശമുല്ലയുടെ തൈകളുണ്ട്. അവരെ ആദ്യം പറിച്ച് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ഈ പോട്ടിലെ മണ്ണൊക്കെ നമ്മൾ പറമ്പിലേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ പോട്ടൊന്ന് കഴുകിയിട്ട് വരാം. ഈ ഒരു വിങ്കയാണ് കേട്ടോ നമ്മൾ നടുന്നത്. ഇതൊരു കുഞ്ഞു പോട്ടിലങ്ങ് ഞെങ്ങി ഞെരുങ്ങി അങ്ങ് ജീവിക്കുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്ന മണ്ണും കുറച്ച് ചാണകപ്പൊടി കുറച്ച് സ്യൂഡോമോണസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പോട്ടി മിക്സ് നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന പുതിയ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി നടാനുള്ള വിങ്കാ റോസിനെ ഓൾറെഡി ഉള്ള പോട്ടിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് മണ്ണ് നടത്തി കളയണമെന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നേരെ അതിലേക്ക് വെച്ചു. ബാക്കി പോട്ടി മിക്സും കൂടെ ഇട്ട് ആ ഒരു പോട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇരുന്ന മണ്ണൊക്കെ വെള്ളം കൂട്ടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനി ഈ പോട്ടിരുന്ന അതേ സ്ഥാനത്ത് നമ്മുടെ പോട്ടിനെ വീടും കൊണ്ട് വെക്കാം കേട്ടോ. ഈ ഒരു പോട്ടിലേക്ക് ഞാനിതൊന്ന് മാറ്റണം എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പിന്നെ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, എന്നിട്ട് മാറ്റാം എന്നൊക്കെ ആലോചിച്ചായിരുന്നു ഇരുന്ന്. എങ്കിലും അത് പോയി. എങ്കിലും സങ്കടമൊന്നുമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യമായിട്ട് മാറ്റി നടേണ്ടതായിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ മൾട്ടി പെറ്റൽ ബോൺസത്തിൻ്റെ റൂട്ട് വന്നിങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ് ശരിക്കും ആ ഒരു ജിഫി ബാഗിൽ. അത്രയ്ക്ക് റൂട്ട് വന്നിരിക്കുകയാണ്. ഇവർ നമുക്ക് അത്യാവശ്യമായിട്ട് തന്നെ മാറ്റി നടേണ്ടതാണ് കേട്ടോ. ഒരു 15 പ്ലാന്റ് എന്തോ ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ, അറിയില്ല. ഞാനൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഇത് ഇനി ആ ഒരു ട്രേക്കകത്ത് ഭയങ്കര ടൈറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് റൂട്ടുകൾ വന്നാണ് ഓരോ പ്ലാന്റ് ഇരിക്കണേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു 1-2 നമ്മുടെ സ്റ്റാർ സീനിയയുടെ പ്ലാന്റുകൾ ഒന്ന് ജസ്റ്റ് നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്ലാന്റ് എന്തായാലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇളക്കിയൊന്നും കാണിക്കുന്നില്ല. നമ്മൾ നട്ടതിനേക്കാളും ഇത്രയും ആ പ്ലാന്റ് വളർന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ചെറുതായിട്ട് വേര് കാണാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിടിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും പിടിച്ചു വരട്ടെ. അപ്പോൾ രാവിലത്തെയുള്ള കുറച്ച് റോസാപ്പൂക്കളാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. നാളെ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.